ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതാണ്. നമ്മുടെ ലാപ്ടോപ്പിനാണെങ്കിലും കുറച്ച് ഓവർ ഹീറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റായിരുന്നത്. ഇനിയും തുടർന്നുള്ള ദിവസങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. സോ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് കണ്ടിട്ട് മാത്രം ഇത് ഫോളോ ചെയ്ത്. മെയിനായിട്ട് ഇന്ത്യസ് 160ൻ്റെ സമ്മറി വീഡിയോ ആണ്. ഇത് മെയിൻലി എയിംഡ് അറ്റ് മെയ് 2020 എക്സാം എഴുതുന്ന ആൾക്കാർക്ക്, CFL എക്സാം എഴുതുന്ന ആൾക്കാരെ എയിം ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. സോ നമ്മൾ ലീസിൻ്റെ ഡെഫിനേഷൻ പഠിച്ചായിരുന്നു. ലീസിൻ്റെ ഡെഫിനേഷനകത്ത് എക്സംഷൻ്റെ കേസ് പഠിച്ചു. ലീസിൽ നിന്ന് എക്സംഷൻ ആർക്കാ അവൈൽ ചെയ്യാം, എപ്പോൾ അവൈൽ ചെയ്യാം. ദെൻ ലീസാണുള്ള 4 കണ്ടീഷൻസ് ആണ്. ഐഡൻറ്റിഫൈഡ് അസറ്റ് ആയിരിക്കണം, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ ലീസ് ടേം വേണം. ദെൻ ലീസ് പേയ്മെൻ്റ് ഉണ്ട്. റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ഉണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ആണ്. അതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻ 8, ക്വസ്റ്റ്യൻ 9, ഇലിസ്ട്രേഷൻ 8, 9, 10, 11, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ 2. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോക്കകത്ത് കവർ ചെയ്യും. ഓക്കെ, സോ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ലീസ് ആകാനുള്ള ക്രൈറ്റീരിയാസ് ആണ്. സോ ലീസ് ആകാനുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ, അവിടെ ഒരു ഐഡൻറ്റിഫൈഡ് അസറ്റ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വണ് ലീസ് പീരീഡ്. തേർഡ് വൺ ലീസ് പേയ്മെൻറ്റ്സ്. ഫോർത്ത് വൺ അവിടെ റൈറ്റ് ഓഫ് യൂസ് ഉണ്ടായിരിക്കണം. ഇതിനകത്ത് നമ്മൾ ഐഡൻറ്റിഫൈഡ് അസറ്റ് പഠിച്ചു കഴിഞ്ഞു, ലീസ് പീരീഡും പഠിച്ചു കഴിഞ്ഞു. ഐഡൻറ്റിഫൈഡ് അസറ്റ് നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് വിത്ത് സപ്ലയർ കാണാൻ പാടില്ല, പിന്നെ ഫിസിക്കലി ഡിസ്റ്റൻ്റ് ആയിരിക്കണം. ദെൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ നോക്കി. നമ്മൾ നോക്കിയത് ലീസ് പീരീഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ക്യാൻസൽ പീരീഡ് പ്ലസ് എക്സ്റ്റൻഷൻ പീരീഡ് പ്ലസ് ടെർമിനേഷൻ പീരീഡ്. ഈ എക്സ്റ്റൻഷൻ പീരീഡും ടെർമിനേഷൻ പീരീഡും സബ്ജക്റ്റ് ടു എക്സെപ്ഷൻസ് ആണ്. എല്ലാ കേസിലും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഏതൊക്കെ സിറ്റുവേഷൻ ആണ് ഉൾപ്പെടുത്താൻ പറ്റും നമ്മൾ നോക്കിയായിരുന്നു. ദെൻ ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈറ്റ് ഓഫ് യൂസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് എപ്പോഴാണ് നമുക്ക് റൈറ്റ് ഓഫ് യൂസ് ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. ഈ റൈറ്റ് ഓഫ് യൂസ് കാണേണ്ടത്, അതായത് എ ബിക്ക് അസറ്റ് കൊടുത്തു. സോ ഈ അസറ്റ് കൊടുക്കുമ്പം ഈ അസറ്റിൻ്റെ പൊസഷൻ കൂടാതെ പൊസഷൻ ട്രാൻസ്ഫർ ആവും. അതോടൊപ്പം തന്നെ റൈറ്റ് ഓഫ് യൂസും ട്രാൻസ്ഫർ ആകുകയാണെങ്കിൽ ബിയുടെ ബുക്കിൽ എന്തായിട്ട് വരും, റൈറ്റ് ഓഫ് യൂസ് എന്നൊരു അസറ്റ് വരും. സോ ഈ റൈറ്റ് ഓഫ് യൂസ് എന്താണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സോ റൈറ്റ് ഓഫ് യൂസ് ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ ആരെങ്കിലാണ് ഉണ്ടത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, കസ്റ്റമർ അല്ലെങ്കിൽ ലെസ്സിയുടെയിലാണ്. സപ്ലയറുടെ അല്ല, ലെസ്സിയുടെയിൽ അല്ലെങ്കിൽ കസ്റ്റമറുടെയിലാണ് എന്ത്, റൈറ്റ് ടു കൺട്രോൾ യൂസ്. അതായത് യൂസ് കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് ലെസ്സിയുടെ ഉണ്ടാവണം. എപ്പോൾ, ത്രൂ ഔട്ട് ദ പീരീഡ് ഓഫ് യൂസ്. എന്തിൻ്റെ, ഐഡൻറ്റിഫൈഡ് അസറ്റിൻ്റെ. സോ ഐഡൻറ്റിഫൈഡ് അസറ്റിൻ്റെ റൈറ്റ് ടു കൺട്രോൾ യൂസ് ത്രൂ ഔട്ട് ദ പീരീഡ് ഓഫ് യൂസ് ആരെയിലായിരിക്കണം, കസ്റ്റമറുടെയിലോ ലെസ്സിയുടെയിലോ ആണെങ്കിൽ മാത്രമേ ഇതെന്താകത്തുള്ളൂ, ഇൻഡേസ് 116 പ്രകാരമുള്ള ലീസായിട്ട് മാറത്തുള്ളൂ. 2 കണ്ടീഷനാണ് പറയുന്നത്. അതായത് ഈ ഐഡൻറ്റിഫൈഡ് അസറ്റിൽ നിന്നുള്ള എല്ലാ എക്കണോമിക് ബെനിഫിറ്റും, സബ്സ്റ്റാൻഷ്യലി ഓൾ എക്കണോമിക് ബെനിഫിറ്റ് കസ്റ്റമർ അല്ലെങ്കിൽ ലെസ്സിക്ക് ആയിരിക്കണം, ഒന്നാമത്തെ കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, ഈ ഐഡൻറ്റിഫൈഡ് അസറ്റിനെ ഡയറക്റ്റ്, അതായത് അതിൻ്റെ യൂസ് ഡയറക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ആരെങ്കിലായിരിക്കണം, കസ്റ്റമർ ഓർ ലെസ്സിയുടെ ആയിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബെനിഫിറ്റും കസ്റ്റമർക്കോ ലെസ്സിക്കോ ആയിരിക്കണം. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടതും ലെസ്സി ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിലാണ് റൈറ്റ് ടു കൺട്രോൾ യൂസ് ഉണ്ടെന്ന് പറയുന്നത് ഇന്ത്യസ് 116 പ്രകാരം. ഇനി സബ്സ്റ്റാൻഷ്യലി ഓൾ എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദാറ്റ് ബെനിഫിറ്റ് ഷുഡ് ബി ലിങ്ക് ടു യൂസേജ് ആൻഡ് നോട്ട് ഓണർഷിപ്പ്. അതായത് യൂസേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബെനിഫിറ്റുകളും ആർക്കിന് കിട്ടണം, ഈ കസ്റ്റമർ അല്ലെങ്കിൽ ലെസ്സിക്ക് കിട്ടണം. അപ്പോൾ ചോദ്യം വരും, എന്താണ് ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബെനിഫിറ്റ്? അതായത് ഇപ്പം ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, സബ്സിഡീസ്, ഇതൊക്കെ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതെന്തായിട്ട് മാറും, ഇവിടെ ഒരു കൺസിഡർ ചെയ്യേണ്ടാത്ത ഫാക്ടറായിട്ട് മാറും. സോ ഈ സബ്സ്റ്റാൻഷ്യലി ഓൾ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടണമെന്ന് പറയുന്നത് ഓൾ ദാറ്റ് ബെനിഫിറ്റ് വിച്ച് ഇസ് ലിങ്ക് ടു യൂസേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ബെനിഫിറ്റുമാണ് എന്ത്, ഈ കണ്ടീഷൻ പ്രകാരം കിട്ടേണ്ടത്. അത് ഡയറക്റ്റ് ആയിരിക്കാം, ഇൻഡയറക്റ്റ് ആയിരിക്കാം. ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രൈമറി ഔട്ട്പുട്ട്, ബൈ പ്രൊഡക്റ്റ് ഒക്കെയാണ് എന്ത്, ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ദെൻ ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത് സബ്സിഡീസ് ലിങ്ക് ടു യൂസേജ്. ഇതൊക്കെ എക്സാമ്പിൾ ആണ്.
സബ്സിഡീസ് ലിങ്ക്ഡ് യൂസേജ് വെൻ ബെനിഫിറ്റ് ഫ്രം സബ്ലെറ്റ്, അതായത് നമ്മളൊരു ബിൽഡിങ്ങിൽ ലീസിന് എടുക്കുന്നു, ആ ബിൽഡിംഗ് നമ്മൾ വീണ്ടും നിന്നു സബ്ലീസ് ചെയ്യുന്നു. സോ സബ്ലീസ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ്. സോ ഇത് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് ആണ്. സോ ഒരു ഐഡൻറ്റിഫൈഡ് അസറ്റിൻ്റെ സബ്സ്റ്റാൻഷ്യലി ഓൾ എക്കണോമിക് ബെനിഫിറ്റ് ത്രൂ ഔട്ട് ദ പീരീഡ് ഓഫ് യൂസ് കസ്റ്റമർ ഓർ ലെസിക്കാണ് കിട്ടുന്നതെങ്കിൽ അതെന്താണ് റൈറ്റ് ടു കൺട്രോൾ യൂസ് ഉണ്ടെന്ന് പറയാം. പക്ഷേ ആ ബെനിഫിറ്റ് എന്തായിരിക്കണം? ലിങ്ക് ടു യൂസേജ് ആയിരിക്കണം, ഓണർഷിപ്പായിട്ട് ബന്ധപ്പെട്ടായിരിക്കില്ല. അത് ഡയറക്റ്റ് ആകാം, ഇൻഡയറക്റ്റ് ആകാം. ദെൻ റൈറ്റ് ടു ഡയറക്റ്റ് യൂസ്, അതായത് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് കസ്റ്റമറോ ലെസി ആണെങ്കിൽ എന്താണ്? റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ സബ്സ്റ്റാൻഷ്യൽ ഡിസിഷൻ ഈസ് വിത്ത് കസ്റ്റമർ ഓർ ലെസി. അതായത് ഈ അസറ്റ് എങ്ങനെ ഉപയോഗിക്കണം, എന്ത് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം, എവിടെ വെച്ചാണ് ഇത് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം തീരുമാനിക്കുന്നത് കസ്റ്റമർ ഓർ ലെസി ആണെങ്കിൽ എന്തുണ്ട്? റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ഉണ്ട്. അതായത് ഇത് എങ്ങനെ ഉപയോഗിക്കണം, എന്തിനുപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എവിടെ വെച്ച് ഉപയോഗിക്കണം, ദെൻ ഏത് സമയത്താണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഹൗ, ഫോർ വാട്ട് പർപ്പസ്, വെയർ, വെൻ, ഇതെല്ലാം തീരുമാനിക്കുന്നത് കസ്റ്റമർ ഓർ ലെസി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എല്ലാ സബ്സ്റ്റാൻഷ്യൽ, ഈ അസറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സബ്സ്റ്റാൻഷ്യൽ ഡിസിഷൻസും ആരെ എടുക്കുന്നത്? കസ്റ്റമർ ഓർ ലെസിയാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്? അയാളുടെ റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ഉണ്ട്. സോ രണ്ട് കണ്ടീഷനാണ്: സബ്സ്റ്റാൻഷ്യലി എല്ലാ എക്കണോമിക് ബെനിഫിറ്റും കസ്റ്റമർ ഓർ ലെസിക്ക് ആയിരിക്കണം, രണ്ട് റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് കസ്റ്റമർ ഓർ ലെസിക്ക് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ആ ഐഡന്റിഫൈഡ് അസറ്റിന്റെ പീരീഡ് ഓഫ് യൂസിലെ റൈറ്റ് ടു കൺട്രോൾ യൂസ് കസ്റ്റമർ ഓർ ലെസിയുടെയിലാണ്. ഈ പോയിന്റ് ക്ലിയർ ആയിരിക്കണം. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് ഉണ്ടെങ്കിൽ, പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ സപ്ലയറുടെയിലാണ് ചില റൈറ്റ്സ്. പക്ഷെ ആ ചില റൈറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ യൂസേജോട് ബന്ധപ്പെട്ടല്ല, ആ അസറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റുകളുമാണ്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ ക്വസ്റ്റിനകത്ത് നോക്കാം. അതുകൊണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ കണ്ടീഷൻ നോക്കുമ്പോൾ ഇഗ്നോർ ചെയ്തേക്കാം. കാരണം അത് സപ്ലയർ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ഏത് പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ്. പക്ഷേ ഈ യൂസേജുമായിട്ട് ബന്ധപ്പെട്ട, അതായത് സബ്സ്റ്റാൻഷ്യൽ ഡിസിഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൈറ്റ് ഏതെങ്കിലും ഈ സപ്ലയറുടെ ആണെങ്കിൽ എന്താണ്? റൈറ്റ് ടു കൺട്രോൾ യൂസ് ഇല്ല, അതുകൊണ്ട് തന്നെ ലീസും ഇല്ല. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമ്മൾ ക്വസ്റ്റ്യനോട്ട് നടക്കാം. സോ നമുക്ക് 7ാമത്തെ ഇലിസ്ട്രേഷൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിരിക്കുന്നത് റൈറ്റ് ടു യൂസ് ഫോർ എ പോർഷൻ ഓഫ് ദ ടേം ഓഫ് ദ കോൺട്രാക്ട്. ക്വസ്റ്റ്യൻ റിക്വയർമെന്റ് വിച്ച് പാർട്ടി ഹാസ് എ റൈറ്റ് ടു കൺട്രോൾ ദ യൂസ്. രണ്ട് കണ്ടീഷനാണ്: സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് ആറിലാണോ, ദെൻ രണ്ട് റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ആറിലാണോ. ഇത് രണ്ടും ആറിലാണോ ഇരിക്കുന്നത്, അയാളിലാണ് എന്ത്? റൈറ്റ് ടു കൺട്രോൾ യൂസ് ഉണ്ടെന്ന് പറയുന്നത്. സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്ന ആർക്കാണ്? ഇതിന്റെ യൂസ് ഡയറക്റ്റ് ചെയ്യുന്ന ആളാരാണ്? അത് കസ്റ്റമർ ആണെങ്കിൽ ലീസാണ്, സപ്ലയർ ആണെങ്കിൽ ലീസ് അല്ല. ക്വസ്റ്റ്യൻ വായിക്കാം. ABC ലിമിറ്റഡ് enters into a contract with XYZ ലിമിറ്റഡ് വിച്ച് ഗ്രാൻസ്. അപ്പം ഇതിനകത്ത് ABC ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് എന്ത്? ലെസ്സി എന്ന് പറയുന്നത്. XYZ ആണ് ലെസ്സർ. കാരണം വിച്ച് ഗ്രാൻസ് ABC ലിമിറ്റഡ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു യൂസ് എ സ്പെസിഫിക് ഗ്രെയിൻ സ്റ്റോറേജ് ഫെസിലിറ്റി. അപ്പോൾ ഇതിനകത്ത് ഈ സ്പെസിഫിക് ഗ്രെയിൻ സ്റ്റോറേജ് ഫെസിലിറ്റി എന്ന് പറയുന്നതാണ് എന്ത്? ഐഡന്റിഫൈഡ് അസറ്റായിട്ട് വരാൻ സാധ്യതയുള്ളത്. ഓവർ എ 5 year പീരീഡ്. അപ്പോൾ ഒറ്റ നോട്ട് നോക്കുകയാണെങ്കിൽ ഈ 5 year പീരീഡ് ആണ് ലീസ് ടേം. പക്ഷെ മുന്നോട്ട് വായിക്കാം. ഇൻ ദ മന്ത്സ് ഓഫ് മെയ് ആൻഡ് ജൂൺ, അതായത് ഒരു വർഷത്തിനകത്ത് മെയ്യിലും ജൂണിലും മാത്രമേ എന്തെന്നുള്ളൂ ഈ ലെസ്സി ഈ ഗ്രെയിൻ സ്റ്റോറേജ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നുള്ളൂ. ഡ്യൂറിങ് ദീസ് മന്ത്സ്, ഏത് മന്ത്സ്? മെയ്യും ജൂണും. ABC ലിമിറ്റഡ് ഹാസ് എ റൈറ്റ് ടു ഡിസൈഡ് വിച്ച് ക്രോപ്സ് ആർ പ്ലേസ്ഡ് ഇൻ സ്റ്റോറേജ്. നമ്മൾ ലീസ് ടേം പഠിച്ചാണ്. നോൺ കോൺസിക്യൂട്ടീവ് പീരീഡ്സ് ആണെങ്കിൽ ആ നോൺ കോൺസിക്യൂട്ടീവ് പീരീഡ്സ് എത്രയാണ് വരുന്നത് അത് മാത്രമേ ലീസ് ടൈം ആയിട്ട് കണക്കാക്കത്തുള്ളൂ. അപ്പം ഡ്യൂറിങ് ദീസ് മന്ത്സ്, അതായത് മെയ് ആൻഡ് ജൂൺ, ABC ലിമിറ്റഡിലാണ് എന്ത്? വിച്ച് ക്രോപ്സ് ആർ പ്ലേസ്ഡ്, ഏത് ക്രോപ്പാണ് പ്ലേസ് ചെയ്യേണ്ടത്, വെൻ ടു റിമൂവ് ദം, എപ്പോഴാണ് റിമൂവ് ചെയ്യേണ്ടത്. ഈ രണ്ട് റൈറ്റുകൾ, അതായത് ഏത് ക്രോപ്പാണ് പ്ലേസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇത് റിമൂവ് ചെയ്യേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ലെസ്സിയാണ്, അല്ലെങ്കിൽ കസ്റ്റമറാണ്, അല്ലെങ്കിൽ ABC ലിമിറ്റഡ് ആണ്. ദെൻ XYZ ലിമിറ്റഡ് എന്ത് ചെയ്യുന്നുണ്ട്? ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സർവീസ് കൊടുക്കുന്നുണ്ട്. ഈ വെയർ ഹൗസ് ഫെസിലിറ്റി ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സർവീസ് കൊടുക്കുന്ന XYZ ലിമിറ്റഡ് ആണ്. ദെൻ ഡ്യൂറിങ് ദ അതർ 10 months, അതായത് മൊത്തം 12 മാസത്തിനകത്ത് 2 മാസം മെയും ജൂണും മാത്രമേ എന്തെന്നുള്ളൂ ABC ലിമിറ്റഡിന് ഇത് ആവശ്യം വരുന്നുള്ളൂ. ബാക്കി 10 മാസം ആരാണ്? XYZ, അതായത് സപ്ലയർ ആണെന്ത്? ഹാസ് എ റൈറ്റ് ടു ഡിറ്റർമൈൻ ഹൗ ദ വെയർ ഹൗസ് വിൽ ബി യൂസ്ഡ്. അപ്പം വിച്ച് പാർട്ടി ഹാസ് എ റൈറ്റ് ടു കൺട്രോൾ യൂസ് ആണ് ക്വസ്റ്റ്യൻ്റെ റിക്വയർമെന്റ് ഓഫ് ദ ഐഡന്റിഫൈഡ് asset during the period of use.
അപ്പം ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് യൂസ് എന്ന് പറയുമ്പം ഇതിനകത്ത് മെയ്യും ജൂൺ ആണ്. അപ്പോൾ നോക്കാം, നമുക്ക് മെയ് ഉണ്ട്, ജൂൺ ഉണ്ട്. മെയിലും ജൂണിലും രണ്ട് കണ്ടീഷനാണ്. റൈറ്റ് ടു കൺട്രോൾ യൂസ് വേണമെങ്കിൽ രണ്ട് കാരണം. ഒന്ന് റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് കാണണം, രണ്ട് സബ്സ്റ്റാൻഷ്യൽ എക്കണോമിക് ബെനിഫിറ്റ് ആണ്. ഈ മെയിലെയും ജൂണിലെയും റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ABCയുടെ ആണ്. എങ്ങനെ മനസ്സിലായി? ഇതാ ഇവിടെ പറയുന്നുണ്ട്, ഡ്യൂറിങ് ദീസ് മന്ത്സ് ABC ലിമിറ്റഡ് ഹാസ് എ റൈറ്റ് ടു ഡിസൈഡ് വിച്ച് ക്രോപ്സ് ആൻഡ് വെൻ ടു റിമൂവ്. എപ്പോഴാണ് ഇത് റിമൂവ് ചെയ്യേണ്ടതും ഏതൊക്കെ ക്രോപ്സ് ആണ് വരേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്ന റൈറ്റ് ആറിലാണ്? ABCയിലാണ്. അപ്പോൾ റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് മെയിലും ജൂണിലെയും ABCയിലാണ്. ദെൻ സബ്സ്റ്റാൻഷ്യൽ എക്കണോമിക് ബെനിഫിറ്റ് ആ 2 മാസം ആർക്കാണ് കിട്ടുന്നത്? ABCക്കാണ് കിട്ടുന്നത്. കാരണം ആ 2 മാസം എന്ത് ചെയ്യുന്നില്ല, XYZ അല്ലെങ്കിൽ സപ്ലയർ ആ ഗ്രെയിൻ സ്റ്റോറേജ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സബ്സ്റ്റാൻഷ്യൽ എക്കണോമിക് ബെനിഫിറ്റ് ഓഫ് മെയ് ആൻഡ് ജൂൺ ഗോസ് ടു ABC ലിമിറ്റഡ്. ദെൻ ഇതിനകത്ത് ലോഡിങ് ആൻഡ് അൺലോഡിങ് എന്ന് പറയുന്നത് ഇറിലവൻ്റ് ആണ്. കാരണം അതൊരു ഈ ഇതിൻ്റെ ഒരു എന്താ പറയുക, സ്പെസിഫിക് ഗ്രെയിൻ സ്റ്റോറേജ് ഫെസിലിറ്റിയുടെ മെയിൻ പർപ്പസ് എന്തല്ല, ലോഡിങ് ആൻഡ് അൺലോഡിങ് അല്ല. അതിനകത്തൊരു ആൻസിലറി സർവീസ് പോലെ മാത്രമേ എന്ത് വരുന്നുള്ളൂ, ലോഡിങ് ആൻഡ് അൺലോഡിങ് വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അത് ഇറിലവൻ്റ് ആണ്. ഇനി ബാക്കിയുള്ള 10 മാസം നോക്കാം. റിമൈനിങ് 10 months എന്ന് പറഞ്ഞാൽ മെയ് ജൂൺ അല്ലാതെ ബാക്കിയുള്ള 10 മാസം. ആ 10 മാസത്തിൽ റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ആരെയിലുള്ളത്? റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് XYZ ഉള്ളത്. റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് XYZ ആണ്. സബ്സ്റ്റാൻഷ്യൽ എക്കണോമിക് ബെനിഫിറ്റ് ആ 10 മാസം XYZ ആണ്. സോ ഈ മെയിലെ ജൂണിലെ മാത്രം അവിടെ ഒരു ഐഡന്റിഫൈഡ് അസറ്റ് ഉണ്ട്, ലീസ് ടേം ഉണ്ട്, ലീസ് പേയ്മെന്റ് ഉണ്ട്. ലീസ് പേയ്മെന്റിനെ പറ്റി പഠിച്ചിട്ടില്ല, പക്ഷെ തൽക്കാലം അവസ്ഥ ലീസ് പേയ്മെന്റ് ഉണ്ട്. ദെൻ റൈറ്റ് ടു കൺട്രോൾ യൂസ് ഉണ്ട്. ഈ 4 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മെയിലെയും ജൂണിലെയും എന്തായിട്ട് മാറും? ലീസായിട്ട് മാറും. അപ്പോൾ ഒരു വർഷം 2 മാസം ഒന്നുണ്ട് ലീസ് ഉണ്ട്. അങ്ങനെ എത്ര വർഷമുണ്ട്? മൊത്തം 5 വർഷമുണ്ട്. അങ്ങനെയെങ്കിൽ 2 മാസം ഇൻറ്റു 5 വർഷം മൊത്തം എത്ര നാൾ ലീസ് ഉണ്ട്? 10 മാസത്തേക്ക് ഇനീഷ്യൽ കമൻസ്മെന്റ് ഡേറ്റിൽ 10 മാസത്തേക്കാണ് ലീസ്. പക്ഷേ നോൺ കോൺസിക്യൂട്ടീവ് പീരീഡ് ആണ്. 5 വർഷം കൊണ്ടാണ് എന്ത് ഈ ലീസ് കവറായി പോകുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ റിക്വയർമെന്റ് റൈറ്റ് ടു കൺട്രോൾ യൂസ് ഉണ്ട്. പക്ഷേ മൊത്തം 12 മാസമില്ല, 2 മാസം മാത്രമേ ഉള്ളൂ. ഒരു വർഷത്തിൽ 2 മാസം, അങ്ങനെ മൊത്തം 5 വർഷം, അങ്ങനെ 10 മാസം. ഓക്കെ, ഇലിസ്ട്രേഷൻ 8 നോക്കാം. ക്വസ്റ്റ്യൻ്റെ റിക്വയർമെന്റ് പറയുന്നത് ഹൂ ഹാസ് ദ റൈറ്റ് ടു സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ സോളാർ ഫാം. ഒരു സോളാർ ഫാം ഉണ്ട്. അപ്പം ഈ സോളാർ ഫാം ആയിരിക്കും ഐഡന്റിഫൈഡ് അസറ്റ് ആയിട്ട് ഉദ്ദേശിക്കാം. ഇതിനകത്ത് സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് ആറിലാണ്. അതായത് നമുക്ക് റൈറ്റ് ടു കൺട്രോൾ യൂസ് വേണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന് സബ്സ്റ്റാൻഷ്യൽ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം, 2 ഈ അസറ്റിൻ്റെ യൂസ് ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മളായിരിക്കണം. നമ്മളെന്ന് പറഞ്ഞാൽ കസ്റ്റമർ അല്ലെങ്കിൽ ലെസ്സി ആയിരിക്കണം. സോ ഈ 2 കാര്യം ഉണ്ടായാലാണ് എന്ത് റൈറ്റ് ടു കൺട്രോൾ യൂസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം റൈറ്റ് ടു കൺട്രോൾ യൂസിനകത്ത് ഒരു കണ്ടീഷൻ ഇവിടെ സെറ്റ് ചെയ്യുന്നത്, അതായത് സബ്സ്റ്റാൻഷ്യൽ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കാനാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പം ഈ ക്വസ്റ്റ്യൻ അതെന്താണ്? കമ്പനി MNO എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസ് ആണ്. അപ്പം MNO എന്താണ്? ലെസ്സി അല്ലെങ്കിൽ കസ്റ്റമർ ആണ്. MNO ആണ് ലെസ്സി അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആകാൻ സാധ്യതയുള്ളത്. PQR ആണെന്ത്? ലെസ്സർ അല്ലെങ്കിൽ സപ്ലയർ എന്ന് പറയുന്നത്. കാരണം ആദ്യത്തെ ലൈൻ പറയുന്നത് MNO എന്ന് പറയുന്ന കമ്പനി 15 വർഷമായിരിക്കും എന്ന് പറഞ്ഞാൽ ലീസ് ടേം എന്ത് ചെയ്യുന്നുണ്ട്? PQR എന്ന കമ്പനിയുടെ നിന്ന് അവരുടെ ഈ പുതിയ സോളാർ ഫാമിലെ എല്ലാ ഇലക്ട്രിസിറ്റിയും പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു. PQR എന്ന കമ്പനിയുടെ പുതിയ സോളാർ ഫാമിലെ എല്ലാ ഇലക്ട്രിസിറ്റിയും പർച്ചേസ് ചെയ്യാൻ വേണ്ടി MNO തീരുമാനിച്ചു. ഇതിനകത്ത് PQR എന്ത് ഓണർഷിപ്പ് ഉള്ളത് ആൻഡ് വിൽ റിസീവ് ടാക്സ് ക്രെഡിറ്റ്സ് റിലേറ്റിംഗ് ടു കൺസ്ട്രക്ഷൻ ആൻഡ് ഓണർഷിപ്പ് ഓഫ് ദ സോളർ ഫാം. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് അസറ്റുകൾ മേടിച്ചിട്ടുണ്ട് അല്ലേ? ആ അസറ്റുകൾ മേടിക്കുമ്പോൾ പലതരത്തിലുള്ള ടാക്സ് ക്രെഡിറ്റ്, എക്സാമ്പിൾ നമുക്ക് GST അല്ലെങ്കിൽ അങ്ങനത്തെ ടാക്സ് ക്രെഡിറ്റുകൾ എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ടാക്സ് ക്രെഡിറ്റുകളെല്ലാം കിട്ടുന്ന ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. അതെല്ലാം കിട്ടുന്ന ആർക്കാണ്? PQR-നാണ്. PQR എന്ന് പറഞ്ഞാൽ ആരാണ്? സപ്ലയർ ആണ്. ആൻഡ് MNO വിൽ റിസീവ് റിന്യൂവബിൾ എനർജി ക്രെഡിറ്റ്സ് ദാറ്റ് അക്രൂ ഫ്രം യൂസ് ഓഫ് ദി സോളാർ പ്ലാന്റ്. അതായത് ഈ സോളാർ ഫാം യൂസ് ചെയ്യും, അതായത് ഇത്ര പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ക്രെഡിറ്റ് കിട്ടും. അപ്പം അങ്ങനത്തെ ക്രെഡിറ്റ് എല്ലാം കിട്ടുന്ന ആർക്കാണ്? കസ്റ്റമർക്കാണ്. അപ്പം നമ്മൾ പഠിച്ചേക്കുന്നത് എന്താണ്? റൈറ്റ് ടു കൺട്രോൾ യൂസ് വേണമെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ എക്കണോമിക് ബെനിഫിറ്റ് ആർക്ക് കിട്ടണം? കസ്റ്റമർക്ക് കിട്ടണം. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ
മൂന്ന് തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ട്. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്, പിന്നെ റിന്യൂവൽ എനർജി ക്രെഡിറ്റ് ഉണ്ട്. ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർക്ക് തന്നെ കിട്ടുന്നത്? കാരണം എനർജി പർച്ചേസ് ചെയ്യാനാണല്ലോ ഇവർ എൻ്റർ ചെയ്തേക്കുന്നത്. ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്തെല്ലാം കിട്ടുന്നത് കസ്റ്റമർ MNOയ്ക്കാണ്. റിന്യൂവബിൾ എനർജി ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിങ്ക് ടു യൂസേജ് ആണ്, ഓണർഷിപ്പ് അല്ല. ഓണർഷിപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള ബെനിഫിറ്റ് അല്ല കിട്ടേണ്ടത്, യൂസേജുമായിട്ട് ബന്ധപ്പെട്ട ബെനിഫിറ്റ് കിട്ടുമെന്ന് നോക്കിയാൽ മതി. അപ്പം ഈ റിന്യൂവബിൾ എനർജി കിട്ടുന്നത് യൂസേജുമായിട്ട് ബന്ധപ്പെട്ട ബെനിഫിറ്റ് ആണ്. അതും ആർക്ക് കിട്ടുന്നത്? MNOയ്ക്കാണ് കിട്ടുന്നത്. കാരണം ഇത് രണ്ടും എന്താണ്? ലിങ്ക് ടു യൂസേജ് ആണ്. ദെൻ ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ആർക്ക് കിട്ടുന്നത്? സപ്ലയർ PQRനാണ്. പക്ഷേ എന്താണ്? ലിങ്ക് ടു ഓണർഷിപ്പ് ആണ്. അപ്പം ഓണർഷിപ്പുമായിട്ട് കിട്ടുന്ന ഒരു പോർഷൻ, ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ബെനിഫിറ്റിന്റെ ഒരു പോർഷൻ നമ്മുടെ സപ്ലയർക്ക് പോയാലും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. എന്തിനു വേണ്ടിയിട്ട്? റൈറ്റ് ടു കൺട്രോൾ യൂസ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. സോ റൈറ്റ് ടു കൺട്രോൾ യൂസിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് യൂസേജുമായിട്ട് ബന്ധപ്പെട്ടുന്ന സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് ആർക്കാണ് കിട്ടുന്നത്? അത് കിട്ടുന്നത് സപ്ലയർക്കാണെങ്കിൽ അല്ലെങ്കിൽ ലെസ്സർക്കാണെങ്കിൽ അതെന്തല്ല, ലീസ് അല്ല. പക്ഷെ അത് കിട്ടുന്നത് കസ്റ്റമർക്കാണ് അല്ലെങ്കിൽ ലെസ്സിക്കാണെങ്കിൽ അതെന്താണ്? ലീസാണ്. ഓക്കെ. പക്ഷേ ഈ ബെനിഫിറ്റ് നോക്കുമ്പം എന്ത് നോക്കേണ്ട കാര്യമില്ല, ഇതുപോലെ ഈ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ബെനിഫിറ്റ് നോക്കേണ്ട കാര്യമില്ല. ഇതാണ് ഇതിനകത്ത് മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് തന്നെ എന്തായിട്ട് നമുക്ക് തീരുമാനിക്കാം, റൈറ്റ് ടു കൺട്രോൾ യൂസിനകത്തെ ഒരു കണ്ടീഷനായ സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് എന്ന ക്രൈറ്റീരിയ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് ആർക്ക് തന്നെയാണ് കിട്ടുന്നത്? സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് ലിങ്ക് ടു യൂസേജ് എന്ന് വേണം പറയാം. സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് ലിങ്ക് ടു യൂസേജ് ആർക്ക് തന്നെയാണ് കിട്ടുന്നത്? കസ്റ്റമർ അല്ലെങ്കിൽ ലെസ്സിക്കാനാണ് കിട്ടുന്നത്. ഓക്കെ. സോ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഹു ഹാസ് ദ റൈറ്റ് ടു സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം, സോളാർ ഫാം? ആർക്ക് തന്നെയാണ്? കസ്റ്റമർ MNOയ്ക്ക് തന്നെയാണ്. അപ്പോൾ എന്താണ്? ബാക്കിയുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ലീസായിട്ട് മാറും. ഓക്കെ. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിക്കാം. ഫസ്റ്റ് ലൈൻ പറയുന്നത് കസ്റ്റമർ എക്സ് സപ്ലയർ വൈയുമായിട്ട് ഒരു വെഹിക്കിള് 5 വർഷത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. അപ്പം ഇതിനകത്ത് കസ്റ്റമർ എക്സ് ഉണ്ട്, ദെൻ സപ്ലയർ വൈ ഉണ്ട്, വെഹിക്കിൾ ഉണ്ട്, 5 ഇയർ പീരീഡ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇതാരാണ്? കസ്റ്റമർ എക്സ് എന്ന് പറഞ്ഞാൽ ലെസ്സിയാണ്, സപ്ലയർ വൈ എന്ന് പറഞ്ഞാൽ ലെസ്സറാണ്, വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈഡ് അസറ്റിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ലീസ് പീരീഡിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ 5 വർഷം അകത്തുള്ളൂ ലീസ് പീരീഡ് ആയിട്ട് മാറത്തുള്ളൂ. ക്വസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്? കസ്റ്റമർ എക്സ് ഹാസ് ദ റൈറ്റ് ടു ഡയറക്റ്റ് ദ യൂസ് ഉണ്ടാകുന്ന ക്വസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ്. അപ്പം 2 കണ്ടീഷൻ വേണം. ഏതൊക്കെയാണ്? സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റിൻ്റെ ക്രൈറ്റീരിയയും ദെൻ റൈറ്റ് ടു ഡയറക്റ്റ് യൂസും. ഇത് രണ്ടും ആറിലായിരിക്കണം. കസ്റ്റമർ എക്സിൻ്റെയിലാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? നമുക്ക് റൈറ്റ് ടു കൺട്രോൾ യൂസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഈ ശ്രദ്ധിച്ചോണേ, ഒന്ന് റൈറ്റ് ടു ഡയറക്റ്റ് യൂസും ഒന്ന് റൈറ്റ് ടു കൺട്രോൾ യൂസും ആണ്. ഈ റൈറ്റ് ടു ഡയറക്റ്റ് യൂസും സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റും ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? റൈറ്റ് ടു കൺട്രോൾ യൂസ് ഉള്ളൂ. ദെൻ വെഹിക്കിൾ ഐഡൻറ്റിഫൈഡ് ഉണ്ട്, മീനിങ് അതൊരു ഐഡൻറ്റിഫൈഡ് അസറ്റ് ആണ്, അതായത് എക്സ്പ്ലിസിറ്റ്ലി ഐഡൻറ്റിഫൈഡ് ആണ്. ദെൻ കനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് സപ്ലയർ വായിക്കുന്നില്ല, സബ്സ്റ്റാൻഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ഇല്ല. ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, അത് ഓപ്പറേഷൻ അല്ലാത്ത സിറ്റുവേഷൻ ആണ്, അത് പക്ഷേ കുഴപ്പമില്ല. നമുക്ക് നോക്കേണ്ട എന്താണ്? സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് ആർക്കാണ്? റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ആർക്കാണ്? അത് ഇതുവരെ ആയിട്ടില്ല. അടുത്ത പോയിന്റ് വായിക്കാം. കസ്റ്റമർ എക്സ് ഓപ്പറേറ്റ്സ് എ വെഹിക്കിൾ. സോ ഇത് റെലവൻ്റ് ആണ്. കസ്റ്റമർ എക്സ് ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓർ ഡയറക്റ്റ് അതേഴ്സ് ടു ഓപ്പറേറ്റ് ദ വെഹിക്കിൾ. അതായത് അയാൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു ഡ്രൈവറെ, ഒന്നെങ്കിൽ അയാൾ തന്നെ ഡ്രൈവ് ചെയ്യും, അല്ലെങ്കിൽ വേറൊരാളെ വെച്ച് ഡ്രൈവ് ചെയ്യും. പക്ഷേ അപ്പോഴും എന്താണ്? കസ്റ്റമർ എക്സ് പറയുന്ന പോലാണ് എന്ത് ഈ വെഹിക്കിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ഉണ്ടെന്നുള്ള ഇനിഷ്യൽ ക്ലൂ കിട്ടി. മുന്നോട്ട് വായിക്കാം. കസ്റ്റമർ എക്സ് ആണ് എന്ത് ഈ വെഹിക്കിൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത്. സോ റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ഉണ്ട് വിത്തിൻ കോൺട്രാക്ച്വൽ ലിമിറ്റേഷൻ. ഫോർ എക്സാമ്പിൾ, കസ്റ്റമർ എക്സ് ആണ് തീരുമാനിക്കുന്നത് ഇത് എവിടെ പോകണം, വേർ ദ വെഹിക്കിൾ ഗോസ്, ദെൻ ഇത് എപ്പോഴാണ് പോകേണ്ടത്, എവിടെ പോകണം, എപ്പോഴാണ് പോകേണ്ടത്, ദെൻ എന്തിനു വേണ്ടി ഉപയോഗിക്കണം, വാട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ, ദെൻ ഇത് ഉപയോഗിക്കണോ വേണ്ടായോ, വെദർ ഇറ്റ് ഈസ് യൂസ്ഡ്, അത് ഉപയോഗിക്കണോ വേണ്ടായോ. ഇങ്ങനത്തെ മേജർ സബ്സ്റ്റാൻഷ്യൽ ഡിസിഷൻസ് എല്ലാം എടുക്കുന്ന ആരാണ്? സബ്സ്റ്റാൻഷ്യൽ ഡിസിഷൻസ് എല്ലാം എടുക്കുന്ന ആരാണ്? കസ്റ്റമറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ട്? റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ഉണ്ട്. ഓക്കെ. ദെൻ സപ്ലയർ വൈ പ്രൊഹിബിറ്റ്സ് സർട്ടൻ യൂസ് ഓഫ് ദ വെഹിക്കിൾ. അതായത് ചില യൂസസ് ആര് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്? സപ്ലയർ വൈ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് ഓവർസീസ് കൊണ്ടുപോകാൻ പറ്റത്തില്ല, മോഡിഫിക്കേഷൻ ഒന്നും വരുത്താൻ പറ്റത്തില്ല, ടു പ്രൊട്ടക്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റ് ഇൻ ദ അസറ്റ്.
അപ്പം ഇതെന്താണ്? ജസ്റ്റ് പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് ആണ്. അതായത് ഇത് ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, കസ്റ്റമർ എക്സിന്റെ യൂസേജിനെ തടുക്കുന്നില്ല. കസ്റ്റമർ എക്സിന് ഇപ്പോഴും എന്ത് ചെയ്യാം, അയാൾക്ക് ഇഷ്ടമുള്ള പോലെ വിത്തിൻ ദ കോൺട്രാക്ട് എന്ത് ചെയ്യാം, അതായത് വിത്തിൻ ദ കോൺട്രാക്ച്വൽ ലിമിറ്റേഷൻസ് ആണ്, കോൺട്രാക്റ്റിൽ പറഞ്ഞേക്കുന്ന പോലെ ഏത് രീതിയിലും എന്ത് ചെയ്യാം, അയാൾക്ക് ഇപ്പോഴും ആസെറ്റ് ഉപയോഗിക്കാം. പക്ഷേ ഈ പറഞ്ഞേക്കുന്ന എല്ലാം എന്താണ്, ജസ്റ്റ് പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് ആണ്. നമ്മൾ പഠിച്ചേക്കുന്നത് എന്താണ്, പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് എന്ത് ചെയ്യേണ്ട, കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇയാളാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ, അയാൾക്ക് ഇഷ്ടമുള്ള പോലെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതാണ് ഈ രണ്ട് ക്ലൂസ് പറയുന്നത്, ഈ രണ്ട് പോയിന്റ്സ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിനകത്ത് സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ്സ് ആർക്ക് തന്നെ ആയിരിക്കും, കസ്റ്റമർ എക്സിന് തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ എന്തുണ്ട്, റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ഉണ്ട്. സോ ഈ രണ്ട് ക്രൈറ്റീരിയാസ് ആണ് നോക്കേണ്ടത്. ഒന്ന് സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റും, രണ്ട് റൈറ്റ് ടു ഡയറക്റ്റ് യൂസും. ഇത് രണ്ടും ആറെ തന്നെയാണ്, കസ്റ്റമർ എക്സിൻ്റെയിലാണ്. നമുക്ക് എങ്ങനെ മനസ്സിലായി, ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ നിന്നാണ് മനസ്സിലായത്. പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് നോക്കേണ്ട കാര്യമില്ല, ഇഗ്നോർ ചെയ്യാം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. സപ്ലയർ എച്ച്. അപ്പം എൻറ്റിറ്റി ആരാണ്, എൻറ്റിറ്റി എന്ന് പറയുന്നത് കസ്റ്റമർ ആണ്, അല്ലെങ്കിൽ ലെസ്സി ആണ്. സപ്ലയർ എച്ച് അല്ലെങ്കിൽ ലെസർ എന്താണ്, മാനുഫാക്ചർ പാർട്സ് ഇൻ എ ഫെസിലിറ്റി. അതായത് ഇവർക്ക് ഒരു പ്രൊഡക്ഷൻ ഹൗസ് അങ്ങനെ എന്തെങ്കിലും കാണുമായിരിക്കും, അവിടെ എന്ത് ചെയ്യാണ്, അവരുടെ ഈ എൻറ്റിറ്റി എക്ക് ആവശ്യമുള്ള പാർട്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തേക്കുന്നത്. എൻറ്റിറ്റി എ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ദ ഫെസിലിറ്റി ആൻഡ് പ്രൊവൈഡ് ദി സ്പെസിഫിക്കേഷൻ. എൻറ്റിറ്റി ആണ്, എ ആണ്, അല്ലെങ്കിൽ കസ്റ്റമർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഫെസിലിറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നതും അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഓൺ ചെയ്യുന്ന ആരാണ്, സപ്ലയർ എച്ച് ആണ് ഇത് ഓൺ ചെയ്യുന്നത്, ഈ ഫെസിലിറ്റിയും ഈ ലാൻഡും. എൻറ്റിറ്റി എ എന്ത് ആവശ്യപ്പെടും, ഹൗ മെനി പാർട്സ് ഇറ്റ് നീഡ്സ് ആൻഡ് വെൻ ഇറ്റ് നീഡ്സ് ദ പാർട്സ് ടു ബി അവൈലബിൾ. എപ്പോഴാണ് ഈ പാർട്സ് വേണ്ടതെന്നും എത്ര എണ്ണം വേണമെന്നും എല്ലാം ആര് പറയും, എൻറ്റിറ്റി അല്ലെങ്കിൽ കസ്റ്റമർ തന്നെ പറയും. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാണ്, സപ്ലയർ എച്ച് ഓപ്പറേറ്റ്സ് ദ മെഷീനറി ആൻഡ് മേക്സ് ഓൾ ഓപ്പറേറ്റിംഗ് ഡിസിഷൻസ് ഇൻക്ലൂഡിംഗ് ഹൗ ആൻഡ് വെൻ ദ പാർട്സ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ് as long as it meets the contractual requirements to deliver the specified number on the specified date. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേറ്റ് ചെയ്യുന്ന സപ്ലയർ ആണ്. ഇയാളാണെന്ത്, എല്ലാ ഓപ്പറേറ്റിംഗ് ഡിസിഷൻസും എടുക്കുന്നത്. അതായത് ഇത് അസറ്റ്, ഈ ഫെസിലിറ്റി എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളതും, അല്ലെങ്കിൽ ഈ മെഷീനറി അല്ലെങ്കിൽ ഈ ഫാക്ടറി എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളതും, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും എല്ലാം തീരുമാനിക്കുന്ന ആര് തന്നെയാണ്, സപ്ലയർ എച്ച് തന്നെയാണ്. സപ്ലയർ എച്ചിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട്, ഐഡന്റിഫൈഡ് അസറ്റ് ആണ്. വിച്ച് പാർട്ടി ഹാസ് ദ റൈറ്റ് ടു കൺട്രോൾ ദ യൂസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന് സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ്, രണ്ട് റൈറ്റ് ടു ഡയറക്റ്റ് യൂസ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, കാരണം എൻറ്റിറ്റി എ ഡിസൈൻ ദ ഫെസിലിറ്റി ആൻഡ് പ്രൊവൈഡ് ദി സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഇതിനകത്ത് ഇയാൾക്ക് വേണ്ട രീതിയിലാണ് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് അയാൾക്കാണെന്ന് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണ്, റൈറ്റ് ടു ഡയറക്റ്റ് യൂസ്. അതായത് ഇതിനകത്ത് ഐഡന്റിഫൈഡ് അസറ്റിന്റെ കാര്യമാണ് നോക്കേണ്ടത്. ഇതിനകത്ത് ഐഡന്റിഫൈഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെസിലിറ്റിയാണ്. ഈ ഫെസിലിറ്റി എപ്പം, എങ്ങനെ, എവിടെ വെച്ചിട്ട്, ഏത് സമയത്ത് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ആർക്ക് തന്നെയാണ്, ഇപ്പോഴും സപ്ലയർ എച്ചിന് തന്നെയാണ്. അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാവും. സോ നമ്മൾ നോക്കേണ്ട എല്ലാം എന്താണ്, ഈ ഐഡന്റിഫൈഡ് അസറ്റ് കസ്റ്റമർക്ക് ഉപയോഗിക്കുക, അയാളുടെ ഇഷ്ടപ്രകാരം യൂസ് ചെയ്യാൻ പറ്റുമോ. ഇവിടുത്തെ ഉത്തരം നോ എന്നായിരിക്കും. കാരണം ഇവിടെ ഈ ഐഡന്റിഫൈഡ് അസറ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇപ്പോഴും തീരുമാനിക്കുന്ന ആര് തന്നെയാണ്, സപ്ലയർ എച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ എന്ത് ചെയ്യത്തില്ല, ഈ കണ്ടീഷൻ എന്ത് ചെയ്യത്തില്ല, സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ എന്ത് കാണത്തില്ല, റൈറ്റ് ടു കൺട്രോൾ ദി യൂസ് കാണത്തില്ല. മനസ്സിലാവും. സോ മിയർലി നമുക്ക് ആവശ്യമുള്ള സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ അവിടെ ഐഡന്റിഫൈഡ് അസറ്റ് ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം ബാക്കി 3 കണ്ടീഷൻ ഉള്ളത് കൊണ്ടോ ഇതെന്താകത്തില്ല, ലീസ് ആകണമെന്നില്ല. എല്ലാ കണ്ടീഷനും അതുകൂട്ട് തന്നെ സാറ്റിസ്ഫൈ ആണ് എങ്കിൽ മാത്രമേ എന്തായിട്ട് മാറ്റത്തുള്ളൂ, എന്താ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലീസായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തില്ല, റൈറ്റ് ടു കൺട്രോൾ യൂസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്തില്ല, ലീസും ഇല്ല. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. എൻറ്റിറ്റി എ 5 വർഷത്തേക്കാണ്, കമ്പനി ഷിപ്പ് ഓണർ. അപ്പം ഇയാളാണെന്ത്, സപ്ലയർ, ഇതാണെന്ത്, കസ്റ്റമർ അല്ലെങ്കിൽ ലെസ്സി, ഇതാണ് ലെസർ. എന്താ പറയുക, കോൺട്രാക്ട് 5 വർഷത്തേക്ക്. ഈ ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്ത്, ഐഡന്റിഫൈഡ് അസറ്റ് ആണ്. ഈ ഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലയർ
കസ്റ്റമർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലീസ് ടേം ആണ്. ഇതെല്ലാം ബാക്കി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ്. ദെൻ ഇതിനകത്ത് എൻറ്റിറ്റിയൽ, അതായത് കസ്റ്റമർ ആണെന്ത് ഡിസൈഡ് വെദർ ആൻഡ് വാട്ട് കാർഗോ വിൽ ബി ട്രാൻസ്പോർട്ടഡ്. ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്ത് കാർഗോ ആണ് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നോ എല്ലാം തീരുമാനിക്കുന്നവരാണ് കസ്റ്റമറാണ്. ആൻഡ് വെൻ, ഇത് എപ്പോഴാണ്, ആൻഡ് ടു വിച്ച് സ്പോട്ട്, എവിടേക്കാണ്, will sail, the ship will sail throughout the period of use subject to restrictions specified in the contract. അതായത് നമ്മളെല്ലാം നോക്കേണ്ടത് ഐഡന്റിഫൈഡ് അസറ്റിന്റെ റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ആർഐയിലാണ് നോക്കേണ്ടത്. ഐഡന്റിഫൈഡ് അസറ്റിന്റെ ഇവിടെ ഷിപ്പാണ്. അപ്പോൾ ഈ ഷിപ്പ് എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് എന്തിനു ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ആർഐയിലാണോ അയാൾക്കാണ് എന്ത് റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ഉള്ളത്. നമ്മൾ ഈ പോയിന്റ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും എന്ത് എൻറ്റിറ്റിയിൽ അല്ലെങ്കിൽ കസ്റ്റമർക്കാണെന്ത് എന്ത് കാർഗോ എവിടേക്ക് ഏത് സമയത്ത് എങ്ങനെ അയക്കണമെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുന്നത്. പക്ഷേ സബ്ജക്റ്റ് ടു റെസ്ട്രിക്ഷൻ ആണ്. ഈ സബ്ജക്റ്റ് ടു റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് ആകാനേ സാധ്യതയുള്ളൂ. കാരണം അത് മെജോറിറ്റി മേജർ ഡിസിഷൻ സബ്സ്റ്റാൻഷ്യൽ ഡിസിഷൻസ് എല്ലാം എടുക്കുന്ന ആര് തന്നെയാണ്, കസ്റ്റമർ എല്ല് തന്നെയാണ്. ദീസ് റെസ്ട്രിക്ഷൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്, entity help from sailing the ship into water at high risk of piracy or carrying explosive material as cargo. ഇതെന്താണ് പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം പൈറസി ഉള്ള സ്ഥലത്തോട്ട്, ഹൈ റിസ്ക് ഉള്ള സ്ഥലത്തോട്ട് ഈ ഷിപ്പ് സെയിൽ ചെയ്യുന്നതിൽ എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യരുതെന്ന് പറയാനകത്തും ജസ്റ്റ് എന്താണ് പ്രൊട്ടക്റ്റീവ് റൈറ്റ്സ് ആണ്. അത് കോൺട്രാക്റ്റിൽ ആദ്യം തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതർ ദാൻ ദാറ്റ് ബാക്കി എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യാം, ഇവർക്ക് തന്നെ കസ്റ്റമർ അപ്പം ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാത്ത വേണ്ടി ആയിരിക്കണം എന്ത് ഇവർ ഇതെടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പം ഇത് സ്വാഭാവികമായിട്ടും അവരുടെ യൂസിന് സെർവ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ഇവർ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം പീരീഡ് ഓഫ് യൂസിനകത്ത് ഇവർക്ക് ഇഷ്ടമുള്ളവർ ഇവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആർക്ക്, എൻറ്റിറ്റി എല്ലിന് തന്നെ. കമ്പനി എ ഓപ്പറേറ്റ്സ് ആൻഡ് മെയിൻറ്റെയിൻസ് ദ ഷിപ്പ്, അത് ഒരു പ്രശ്നമല്ല. ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സേഫ് പാസേജ്, അതും പ്രശ്നമല്ല. കാരണം ഇതിനകത്തെ മേജർ സബ്സ്റ്റാൻഷ്യൽ ഡിസിഷൻസ് എല്ലാം, ഇതൊന്നും സബ്സ്റ്റാൻഷ്യൽ ഡിസിഷൻസ് അല്ല. സബ്സ്റ്റാൻഷ്യൽ ഡിസിഷൻ എല്ലാം എടുക്കുന്ന ആര് തന്നെയാണ്, കസ്റ്റമർ എല്ല് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതെന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, റൈറ്റ് ടു ഡയറക്റ്റ് ദ യൂസ് ഉണ്ടായത് ട്രീറ്റ് ചെയ്യാം. പിന്നെ ഈ ഷിപ്പിന്റെ സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് ആർക്ക് തന്നെ പോകുന്നത്, ആ ഷിപ്പിൽ സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റും കസ്റ്റമർ എല്ലിന് അല്ലെങ്കിൽ എൻറ്റിറ്റി എല്ലിന് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റും ഉണ്ട്, റൈറ്റ് ടു ഡയറക്റ്റ് യൂസും ഉണ്ട്. നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം, ലീസ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. Therefore, the contract contains a lease. അടുത്ത് രണ്ടാമത്തെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വായിക്കാം. കസ്റ്റമർ എം, സോ കസ്റ്റമർ എം ആണ്, സപ്ലയർ എസ് ആണ്, ദെൻ 20 year ആണ് ലീസ് പീരീഡ്. എനർജി സപ്ലയർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പവറിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. എന്ത് എവിടെ നിന്നാണ് ഈ പവർ വരുന്നത്, സോളാർ പ്ലാന്റിൽ നിന്നാണ്. അപ്പം എം തരുന്ന സോളാർ പ്ലാന്റിൽ നിന്ന് പവർ എടുത്തിട്ട് കസ്റ്റമർ എം ഉപയോഗിക്കും. ദെൻ കസ്റ്റമറാണ് എം ആണ് എന്ത് ചെയ്യുന്നത്, ഈ സോളാർ പ്ലാന്റ് ഡിസൈൻ ചെയ്തേക്കുന്നത്. എം എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പെർട്സിനെ ഹയർ ചെയ്തിട്ടുണ്ട് സോളാർ എനർജിക്കകത്ത്. എവിടെയാണ് ഇത് ഈ ലൊക്കേഷൻ എവിടെയാണ് ഈ ഇത് വെക്കേണ്ടത്, ദെൻ അതിൻ്റെ എഞ്ചിനീയർ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ തീരുമാനിച്ചവരാണ് കസ്റ്റമർ എം ആണ്. കസ്റ്റമർ എമ്മിനാണ് എന്ത് ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് അത് എടുക്കണം വേണം. റൈറ്റ് ടു കൺട്രോൾ യൂസ് ഉണ്ട്. രണ്ട് കണ്ടീഷനാണ് റൈറ്റ് ടു കൺട്രോൾ യൂസിന്. ഒന്ന് സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ്സ് കിട്ടണം. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റാൻഷ്യൽ ഡിസിഷൻസ് എടുക്കണം വിത്ത് കസ്റ്റമർ ആയിരിക്കണം. സോ എം ലിമിറ്റഡ് ഹാസ് ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ടു റിസീവ് ആൻഡ് ദ ഒബ്ലിഗേഷൻ ടു ടേക്ക് എനർജി പ്രൊഡ്യൂസ്. അപ്പം സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ സബ്സ്റ്റാൻഷ്യൽ ഡിസിഷൻ ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചില കേസിൽ പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സോളാർ പാനല്, വിൻമില്ല്, ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പറേഷൻ ആരും ചെയ്യണം. കാരണം ഇതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, വിൻമില്ലിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, കാറ്റ് വരുന്നതനുസരിച്ചാണ്. സോളാർ പാനൽ എങ്ങനെയാണ്, അതിൻ്റെ ഓപ്പറേഷൻ അത് സൂര്യപ്രകാശം അനുസരിച്ചാണ്. സോ സൺലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ അങ്ങനെയെങ്കിൽ ഇത് പ്രീ ഡിറ്റർമൈൻഡ് ആണ്. അപ്പോൾ ആ കേസിൽ ഈ കസ്റ്റമർക്ക് റൈറ്റ് ഓഫ് യൂസ് ഉണ്ടെന്ന് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും, തീരുമാനിക്കേണ്ടത് രണ്ട് കണ്ടീഷൻസ് ആണ്. ഇതിലേതിലും ഒന്നുണ്ടായിരിക്കണം. ഓറാണ് ഇത്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഈ കസ്റ്റമർ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് പ്രീ ഡിറ്റർമിൻഡ് ആയിരുന്ന കേസിൽ കസ്റ്റമർ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ അത്. ദെൻ ഇത് സപ്ലയറുടെ ഇങ്ങനത്തെ റൈറ്റ് ഒന്നും കാണാൻ പാടില്ല. അതായത് ഈ കസ്റ്റമർ കൊടുക്കുന്ന ഈ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒന്നും മാറ്റാനുള്ള റൈറ്റ് ആരെയിൽ കാണരുത്, ഈ സപ്ലറെ കാണാനും പാടില്ല. സോ അങ്ങനെയാണെങ്കിൽ എന്താണ്, റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് കസ്റ്റമറുടെയിലാണ്. ഇനി അങ്ങനല്ല, കസ്റ്റമർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ അസറ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത്.
ഇൻ സച്ച് എ വേ ദാറ്റ് എങ്ങനെ പ്രീ ഡിറ്റർമൈൻഡ് ഹൗ ആൻഡ് ഫോർ വാട്ട് പർപ്പസ് ദാറ്റ് ദ അസറ്റ് വുഡ് ബി യൂസ്ഡ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെ ഉപയോഗിക്കണമെന്നെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ഈ കസ്റ്റമർക്ക് തന്നെ കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത്. നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ദ എം ഡിസൈൻ ദ സോളാർ പ്ലാൻ. അപ്പം എമ്മിന് ആവശ്യമുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക, ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകുക ഈ സോളാർ പ്ലാൻ. അതായത് ചിലപ്പോൾ അയാളുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വെക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അയാളുടെ അവൈലബിൾ സ്പേസിൽ വെക്കുന്ന രീതിയിലോ ആയിരിക്കും ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. ദെൻ ഇത് എവിടെ വെക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്, എമ്മിൻ്റെ ആൾക്കാരാണ്. അതിൻ്റെ എഞ്ചിനീയറിംഗ് നടത്തിയിരിക്കുന്ന എമ്മിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം, ഇതിനകത്ത് റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ആർ എ തന്നെയാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. റൈറ്റ് ടു ഡയറക്റ്റ് യൂസ് ആർ എ തന്നെയാണ്, കസ്റ്റമറുടെ കയ്യിൽ തന്നെയാണ്. ഇത് ഏത് കേസാണ്, വെൻ ഇറ്റ് ഈസ് റൈറ്റ് ഓഫ് യൂസ് ഈസ് പ്രീ ഡിറ്റർമൈൻഡ് ബൈ കോൺട്രാക്ച്വൽ റെസ്ട്രിക്ഷൻ. ഓക്കെ, സോ ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.